വലവജിത്തമഉ, അവരെല്ലാവരും കൂടെ സംഗമിച്ചാലും ശരി, അല അൻ യദുറൂക ബിശൈഇൻ, നിനക്ക് വല്ല ഉപദ്രവം ഏൽപ്പിക്കാൻ എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരുമിച്ച് കൂടി എങ്കിലും ശരീരം യദുറൂക, അവൻ നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തി വെച്ച ഉപദ്രവം എന്താണോ അതല്ലാത്തൊരു ഉപദ്രവം ചെയ്യാൻ അവരെ കൊണ്ടിട്ട് സാധ്യവുമല്ല. എല്ലാവരും ഇത്തിഫാക്കായി നമ്മളെ തകർക്കണം, നശിപ്പിക്കണം, ഇവരെ ഇല്ലാതാക്കണം, ഒക്കെപ്പാടെ കൂടി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ഓ നശിക്കണ്ടെന്ന്. എന്നാൽ അവരൊക്കെ അവിടെ എന്ത് ചെയ്താലും ശരി നാശമുണ്ടാവുകയില്ല. ഏറ്റവും വലിയ തെളിവാണ് ഇബ്രാഹിം നബിയുടെ സംഭവം. നാടൊന്നാകെ കൂടിയിട്ടാണ് തീ കുണ്ടാരം ഒരുക്കിയത്. ഐക്യകണ്ഠേനെ പാസ്സാക്കി നാട്ടിലെല്ലാവരും കൂടെ സമാധാനമായിട്ട് വിറക് ശേഖരിച്ച് വലിയ തീ കുണ്ടാരം ഒരുക്കി. പക്ഷെ അള്ളാഹ് കണക്കാക്കിയത് ഒരു രോമത്തിന് പോലും പോടലേൽക്കരുതെന്നാണ്. സംഭവിച്ചു, ഒന്നുണ്ടായില്ലല്ലോ, തീയിലേക്കിട്ടു, അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങാണ്ട് കൂളായിട്ട് ഇറങ്ങിപ്പോലും ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. അപ്പം എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി റബ്ബ് തീരുമാനിക്കാത്തൊരു ഉപദ്രവം ചെയ്യാൻ അവരെ കൊണ്ടൊന്നും സാധ്യമല്ല. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന എത്ര സംഭവങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞു വിചാരിച്ചതിനാണ് അവിടുന്ന് പോരുന്നത്. അത് പിന്നെ അല്ലാഹു അഅലം, അതവിടെ അറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ പറയപ്പെടുന്നില്ല. അവിടെ പിന്നെ അത് സിഹറായിട്ട് വരെ അവിടെ പരിചയപ്പെടുത്തിയതാണ് പറ്റും. ഇബ്രാഹിം ആള് ഭയങ്കര നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമില്ല, അതിനും അപ്പുറത്താണ് എന്ന് പറഞ്ഞു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. ആവട്ടെ, അപ്പം ഏതായാലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം നടക്കുന്ന. ഉപകാരമാവട്ടെ ഉപദ്രവമാവട്ടെ, റബ്ബിൻ്റെ ആ കണക്കിൽ എന്തുണ്ടോ അത് മാത്രമേ നടക്കുകയുള്ളൂ. അതിന് അള്ളാഹു നിമിത്തമായി ചിലപ്പോൾ മനുഷ്യൻ സംഭവിച്ചിട്ടുണ്ടാവും. ഒരാളുടെ കയ്യാൽ മരിക്കാൻ അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്, മരിക്കും. ഇല്ലേ ഓഞ്ഞമ്മൾ എന്ത് തന്നെ ചെയ്താലും ഒന്നിട്ട് സംഭവിക്കുകയുമില്ല. ഒന്നാകെ ഓൻ വെട്ടി പരിക്കേൽപ്പിച്ച് ആകതായി, എന്നാലും ഓൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരും. അപ്പം റബ്ബ് കണക്കാക്കിയതെന്തോ അതിനപ്പുറം ഒന്നും ഉണ്ടാവുകയില്ല. ഇത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് നിരാശയുമില്ല, കിട്ടുന്ന നേട്ടങ്ങൾക്ക് മതിമറന്ന സന്തോഷവുമില്ല. അതൊക്കെ ആപേക്ഷികമാണ്. വൈബിയാകുമ്പോൾ ആപേക്ഷികമായ കണ്ണിൽ കാണാത്ത അർത്ഥത്തിലുള്ള വൈബുണ്ട്. നമ്മളെ കണ്ണിൽ കാണാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പിന്നെ കേട്ടും പഠിച്ചും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തത്, അതിനും വൈബ് എന്ന് പറയാം. എന്നാൽ അള്ളാഹു വെച്ച സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ, ആ സിസ്റ്റങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇത്തരം വിഷയത്തിൽ അഭൗതികം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അത്തരം കഴിവുകൾ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. കാര്യകാലബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയുമ്പോൾ അള്ളാഹു വെച്ച വ്യവസ്ഥകൾ എന്താണോ ആ വ്യവസ്ഥ ഉപയോഗപ്പെടുത്താനേ നമുക്ക് പറ്റുള്ളൂ. ആ വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കൂ. മറ്റൊരു ആപേക്ഷികമാണ്. ഇപ്പം നാളത്തെ കാര്യം നമുക്കെന്താ അറിയില്ല, നാളായി കഴിഞ്ഞാലോ നമുക്കറിയാം. നാളെ നേരം വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു നമുക്കറിയാലോ. എല്ലാം അങ്ങനെ 10 കൊല്ലം അപ്പുറത്ത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. 10 കൊല്ലം കഴിഞ്ഞാലോ അത് നമുക്ക് ആദർശമല്ലാതായി മാറി. അതെല്ലാം ആപേക്ഷികമാണ്. നമ്മൾ നിൽക്കുന്ന നാടും ചുറ്റുപാടും സമയവും കാലത്തിനുള്ളിലൊക്കെ നിന്നുകൊണ്ടുള്ള ആപേക്ഷികമായ വൈബുകളാണ് അതൊക്കെ.